അപ്പൻ്റെ നോക്കിയോ ഫോണും കോളേജിൽ പഠിക്കണ മോൻ്റെ വാവ ഫോണും കുശലം പറയുകയായിരുന്നു. സുഖമാണോ? വാവ ഫോൺ ചിരിച്ചു. എന്തോന്നു സുഖം, ചെക്കൻ കൈവിട്ട് പോയി ചേട്ടാ. എന്നാ പറ്റിയേ നീ പറ. ആ ചെറുക്കന് ഒരു ലൈൻ സെറ്റായിട്ടുണ്ട്. ഇപ്പോ ഏത് നേരവും അവൾക്ക് മെസ്സേജ് അയക്കലാണെന്നേ. അപ്പൻ്റെ ഫോൺ ഗൗരവത്തിലായി. നീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ചെക്കൻ വഴിതെറ്റി പോകരുത്. 3-4 ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും കണ്ടു. എന്തായി കാര്യങ്ങൾ? വാവാ ഫോൺ നിരാശപ്പെട്ടു. സംഗതി പ്രശ്നമാണ്. ഇപ്പോ വാട്സാപ്പിൽ ഉമ്മയൊക്കെ സ്മൈലിയായി അയച്ചു തുടങ്ങി. ഞാൻ ഇടയ്ക്ക് ചാറ്റ് ഡെലിവർ ചെയ്യാതെ തടഞ്ഞു നോക്കി. അപ്പൊ അവൻ റീസെന്റ് ചെയ്യും. നോക്കിയോ ഫോൺ അസ്വസ്ഥനായി. ഈ വാട്സാപ്പ് ഒക്കെ കാരണവന്മാർക്കുള്ള ആപ്പാണ്. ഒരു ദിവസം വാവാ ഫോൺ അപ്പന്റെ ഫോണിനോട് ആവലാതിപ്പെട്ടു. അവനിപ്പോ രാത്രിയിൽ ഫോൺ വിളിയും തുടങ്ങി. രണ്ടിന്റെയും കുറുകലി കേട്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. നോക്കിയോ ഫോൺ ഞെട്ടി. എന്നിട്ട് ഞാനിടയ്ക്ക് നെറ്റ്വർക്ക് കട്ട് ചെയ്ത് കോൾ കട്ടാക്കി നോക്കി. അവൻ വേഗം ഫ്ലൈറ്റ് മോഡ് ഓൺ ഓഫ് ആക്കി വീണ്ടും വിളിച്ചു. ഞാൻ വിടുവോ? ഫോൺ അങ്ങ് ഹാങ് ആക്കി. അവൻ ആരാ മുതല്? അവൻ ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും വിളി തുടങ്ങിയേ. ഈ അപ്പൻ കണ്ടത്തിൽ പണിതും കടം മേടിച്ചുമാണ് അവനെ പഠിപ്പിക്കുന്നത്. അവനെ എങ്ങനെയും നേർവഴിക്ക് കൊണ്ടുവരണം. പിറ്റേ ദിവസം മോൻ അപ്പനോട് പറയുന്നത് കേട്ട് നോക്കിയോ ഫോൺ ഞെട്ടി. അപ്പാ, എന്റെ ഫോൺ കേടായി, അപ്ഡേറ്റ് ചെയ്തത് അനങ്ങുന്നില്ലെന്നേ. നോക്കിയോ ഫോൺ വേദനയോടെ കാര്യം തിരക്കി. IC അടിച്ചു കളഞ്ഞു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണത് ചെയ്തു. അപ്പന്റെ ഫോണിന് വല്ലാത്ത വിഷമം തോന്നി. പണ്ടത്തെ പിള്ളേർക്ക് റീചാർജ് കൂപ്പൺ മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് വിളിയും ചാറ്റും ഒക്കെ പാടെ കുറവായിരുന്നു. ഫോൺ എന്ന് വെച്ചാൽ സ്നേക്ക് ഗെയിം കളിക്കാനും ടോർച്ച് അടിക്കാനും മിസ്ഡ് കോൾ അടുപ്പിച്ച് ആശയവിനിമയം നടത്താനും ഒക്കെ ആയിരുന്നു. അതൊക്കെ ഒരു കാലം. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.